Hello everyone, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ രണ്ട് വ്യക്തികൾ ഇപ്പോൾ നിങ്ങൾ ഒരു റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെയും നല്ല വിശ്വാസത്തോടെയും ആ ഒരു റിലേഷൻ മുമ്പോട്ട് പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. പക്ഷേ സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ നിർത്തേണ്ടി വരുന്നൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാം, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു റിലേഷൻ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെ തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ആ ഒരു റിലേഷൻ നമുക്ക് ശരിയാവില്ല, അതുപോലെ ആ ഒരു റിലേഷനുമായി മുമ്പോട്ട് പോയാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളെ മനസ്സിനെ തന്നെ സ്വയം പറഞ്ഞു പഠിപ്പിക്കുക. കൂടാതെ നിങ്ങൾ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് കൂടുതൽ മൂവ് ഓൺ ആവാൻ ശ്രമിക്കുക. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ യാതൊരു കാര്യങ്ങളും മാക്സിമം അന്വേഷിക്കാതിരിക്കുക. അവരിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതുപോലെ അവരുടെ കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾ മാക്സിമം അന്വേഷിക്കാതിരിക്കാം. എല്ലാം അവോയ്ഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കൂടാതെ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആളാവാം. അപ്പോൾ ഈ കാര്യത്തിൽ ഒക്കെ ഒന്നും കൂടി ഒരു ശ്രദ്ധ കൊടുക്കുക. കാരണം നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ അവസാനിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിയാലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക, അതായത് നിങ്ങളെ വർക്കിനെ കുറിച്ച് ആലോചിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങളെ പാഷനെ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് ഒന്ന് ചെറിയ ചെറിയ രീതിയിൽ മാറി വരും, നിങ്ങളെ മനസ്സും ഒന്ന് ചെറിയ ചെറിയ രീതിയിൽ മാറി വരും. കാരണം നമ്മൾ ഒരു കാര്യത്തിന് കൂടുതലായിട്ട് നമ്മുടെ ശ്രദ്ധ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫുൾ ബിസി ആയിരിക്കും. ഇങ്ങനെ ഫുൾ ബിസി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാനോ അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാനുള്ള ടൈം നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കാര്യത്തെ ആലോചിച്ചിരിക്കാതെ അവിടെ മൂവ് ഓൺ ആവാൻ ശ്രമിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂവ് ഓൺ ആവാനുള്ള ടൈം അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ കൂടുതൽ നിങ്ങൾ പിന്നെയും ആ ഒരു വ്യക്തിയുടെ പുറകെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഇത് മറക്കാൻ പറ്റുകയുമില്ല, നിങ്ങളത് മൂവ് ഓൺ ആവുകയുമില്ല എന്നുള്ളതാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്നതും നിങ്ങളെ കൂടുതൽ ഹാപ്പി ആയിട്ട് വെക്കുന്ന കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ലൈഫിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളിപ്പോൾ ഓൾറെഡി നല്ല മൂവ് ഓൺ ആയി നല്ലൊരു കണ്ടീഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മൂവ് ഓൺ ആവാനുള്ള ഒരു ടൈം അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അവരെ ഒരിക്കലും ബ്രേക്കപ്പ് ചെയ്യല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരെ നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുകയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറിച്ച് അവർക്കൊരു മൂവ് ഓൺ ആവാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് വേറൊരു ബെനിഫിറ്റും കൂടിയുണ്ട്. കാരണം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സാഡ്നെസ്, അതേപോലെ ഒരു ഡിപ്രഷൻ ഫീൽ തോന്നില്ല. മറിച്ച് നിങ്ങൾക്ക് അതൊരു സമാധാനമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അവരെ കുറിച്ച് ഓർക്കരുത്, അതുപോലെ തന്നെ നിങ്ങളെ ലൈഫിൽ രണ്ടുപേരുമുള്ള നല്ലൊരു മൊമെന്റ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത് എന്നൊന്നുമല്ല ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. മറിച്ച് അവരെ ഒന്നും കൂടി മൂവ് ഓൺ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടാതെ അവരുടെ ലൈഫിൽ നിങ്ങൾ മുമ്പ് ചെയ്ത മാതിരി കൂടുതൽ അവരുടെ കാര്യങ്ങളിലോട്ട് ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങളെ ഒരു അഭിപ്രായങ്ങളും ഒന്നും നിങ്ങൾ ഇനി അവരോട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടത് ഈ ഒരു റിലേഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യലാണല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ അവർക്കും അത് അവരുടെ മനസ്സിൽ കിടക്കും. ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല രണ്ടുപേർക്കും ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവരുടെ കാര്യങ്ങളിലോട്ട്, അവരുടെ ലൈഫിലോട്ട് ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും അവരുമായി ഷെയർ ചെയ്യാതെയും ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരെ മറക്കാൻ പറ്റും. ഈ ഒരു ദിവസം കൊണ്ട് മറക്കാൻ പറ്റുമെന്നല്ല പറയുന്നത്, പക്ഷേ ദിവസങ്ങൾ ഇങ്ങനെ പോകും തോറും നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.